ക്വസ്റ്റ്യൻ 9 നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഫോർ സൈഡ്സ് ആൻഡ് ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓഫ് ലെങ്ത്സ് 10, 20, 28, 50, 75. നോട്ട് നെസസറിലി ഇൻ ദാറ്റ് ഓർഡർ, അതേ ഓർഡറിലായിരിക്കണം എന്നില്ല. ഓക്കെ, വിച്ച് എമംഗ്സ് ദം ഈസ് ദി ഓൺലി പോസിബിൾ ലെങ്ത് ഓഫ് ദി ഡയഗണൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ് ആവാൻ ചാൻസ് ഉള്ളൊരു നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് നമ്മളൊരു ക്വാഡ്രിലാറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ക്വാഡ്രിലാറ്റർ വരച്ചു. ഇനി നമ്മൾ ഈ ഓരോ വാല്യൂസ് ഇവിടെ കൊടുത്തു നോക്കണം അല്ലേ. 10, 20, 28, 50 അങ്ങനെയൊക്കെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നിനും കൊടുത്തിട്ട് ഇതിലേതാണ് ഡയഗണലിൽ കിട്ടാൻ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യുക? ഫസ്റ്റ് നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ട്രയാങ്കിൾ എ ബി സി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് എയും ഈ ഒരു സൈഡ് ബിയും ഈ ഒരു സൈഡ് സിയും ആണെങ്കിൽ പറയാൻ പറ്റും. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ച് നമുക്ക് പറയാൻ പറ്റും എ പ്ലസ് ബി എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി അല്ലേ. ഈ ഒരു രണ്ട് സൈഡിൻ്റെ ലെങ്ത് എയും ബിയും എന്ന സൈഡിൻ്റെ രണ്ട് ലെങ്ത്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ലെങ്ത് എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഈ ഒരു സിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂയും ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ മൂന്നാമതുള്ള ആ ഒരു ഇത് ക്വാഡ്രിലാറ്ററൽ ഇത് ഒരു ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത്തിനേക്കാൾ കൂടുതലാണെന്ന് പറയാൻ പറ്റണം. ഈ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്തിനേക്കാൾ കൂടുതലാണെന്ന് പറയാൻ പറ്റണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഇവിടെ 10 കൊടുത്തു, ഇവിടെ നമ്മൾ 20 കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് അറിയാം 10 + 20 എന്താണ്? 10 + 20 ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടുന്നുണ്ട്. അപ്പം 30നേക്കാൾ എന്തായിരിക്കണം? കുറവായിരിക്കണം എന്ത്? ഈ ഒരു തേർഡ് സൈഡ് എന്ന് പറയുന്നത്. 30നേക്കാൾ കുറവായിരിക്കണം ഈ ഒരു തേർഡ് സൈഡ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒറ്റ വാല്യൂ അല്ലേ ഇതിൽ പോസിബിൾ ആയിട്ടുള്ളൂ, 28. അപ്പോൾ നമ്മൾ ആ 28 അവിടെ കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ബാക്കി ഏതൊക്കെയുള്ള 50 ഉണ്ട്, 75 ഉണ്ട്. അപ്പോൾ 50 ഇവിടെ കൊടുത്തു, 75 ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പോസിബിൾ ആണോ എന്ന്. 10 + 20 30 ആണ്, 30നേക്കാൾ കുറവാണ് തേർഡ് സൈഡ് 28. ഓക്കെ, അത് എല്ലാ സൈഡിനും അത് ബാധകമായിരിക്കണം. അതായത് 10 + 28 ചെയ്യുമ്പോൾ നമുക്ക് 38 കിട്ടുന്നുണ്ട്. 38നേക്കാൾ കുറവാണ് 20 എന്ന് പറയുന്നത്. ഈ 20 + 28 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 48 കിട്ടുന്നുണ്ട്. 48നേക്കാൾ കുറവാണ് 10 എന്ന് പറയുന്ന സൈഡ്. അഗെയിൻ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 50 + 75 ചെയ്യുമ്പോൾ നമുക്ക് 125 കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കുറവാണ് എന്ത്? തേർഡ് സൈഡ് ആയിട്ടുള്ള 28. അല്ലാന്നുണ്ടെങ്കിൽ 28 + 75 നമ്മൾ ചെയ്യുമ്പോൾ 50നേക്കാൾ കൂടിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 50ഉം 28ഉം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 78 കിട്ടും. 78നേക്കാൾ കുറവാണ് തേർഡ് സൈഡ് ആയിട്ടുള്ള 75. സോ ഈ ഒരു 28 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് പോസിബിൾ ആണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും വാല്യൂസ് കൊടുത്തു നോക്ക്. സപ്പോസ് ഇനി വേറൊരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തിട്ട് അഗെയിൻ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. 10, ഇനി 20ക്ക് പകരം 28 നിങ്ങൾ കൊടുത്തു നോക്ക്. അപ്പോൾ 10 + 28 എന്ത് കിട്ടണം? 38. 38നേക്കാൾ കുറവായിട്ട് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ അഗെയിൻ എന്താണ്? 28 തന്നെയാണ്. ആ 28 നമ്മൾ കൊടുത്തു നോക്കാം. 28 നമ്മൾ കൊടുത്തു. ബാക്കി എന്തൊക്കെയാണ്? 50 ഉണ്ട്, 75 ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 10 + 28 സോറി ഇവിടെ എന്ത് വരും? 20 ആണ് വരിക. ഇവിടെ 20 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 10 + 28 38 കിട്ടുന്നുണ്ട്. 38നേക്കാൾ കുറവാണ് 20 എന്നുള്ള വാല്യൂ. ഓക്കെ, ഈ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവാണ് 20 എന്നുള്ള വാല്യൂ. പക്ഷേ അഗെയിൻ നമ്മൾ ഈ ഒരു 10 + 20 ചെയ്യുമ്പോൾ എന്താ? 30 കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കുറവാണ് 28 എന്നുള്ള വാല്യൂ. 28 + 10 ചെയ്യുമ്പോഴും 38 കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കുറവാണ് തേർഡ് സൈഡ് ആയിട്ടുള്ള 20. അഗെയിൻ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കേ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 50 + 75 എന്താ കിട്ടുക? 125. അതിനേക്കാൾ കുറവാണ് 20. പക്ഷേ ഇനി നിങ്ങൾ 20 + 50 ചെയ്ത് നോക്ക്. 20 + 50 ചെയ്യുമ്പോൾ നമുക്ക് 70 അല്ലേ കിട്ടുക? 70നേക്കാൾ കൂടുതലല്ലേ ഈ സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഇവിടെ ആ ഒരു ഡയഗണലിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം 20 + 50 ചെയ്യുമ്പോൾ 70 ആണ് കിട്ടുക. 70നേക്കാൾ കുറവായിരിക്കണം തേർഡ് സൈഡ്. ഈ ഒരു വാല്യൂ പോസിബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ എല്ലാ വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് റോങ് ആയിട്ട് തന്നെ കിട്ടും. സോ ഇതാണ് ആകെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ. സോ ദ ആൻസർ ഈസ് 28.